പിള്ളേർ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ച് ശകലം തലപൊക്കി. അപ്പാടെ കൊച്ച് കൈ കാട്ടി വിളിച്ചു, ചേട്ടാ വാ ഞങ്ങളെ രക്ഷിക്കണമെന്നും പോയി. ഞാൻ അന്നേരം അവിടുന്ന് പാഞ്ഞ് താഴെ ഇറങ്ങി വന്ന് ആ കല്ലെന്ന് എടുത്ത് താവട്ടി ചാടി നീന്തി പോയിട്ട് അടിയിൽ കൂടെ ചെന്ന് അവരെ തള്ളി അങ്ങ് അടുപ്പിച്ചു. ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് സണ്ണിച്ചേട്ടനെ വിളിക്കുന്നു, ഫസലെ ഓടിവാടാ പിള്ളേർ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഓടി വരിക. അപ്പം പുള്ളി നീന്തി കൊണ്ട് വന്നു. ഞാൻ പുള്ളീൻ്റെ പുറകെ തന്നെ നീന്തി വന്ന് അപ്പോൾ 5 പിള്ളേരിങ്ങനെ വെള്ളത്തിൽ നീന്തി താഴുക. പിള്ളേർ മുങ്ങി വെള്ളം കുടിച്ച ഏകദേശം അങ്ങായി ഒരു 2 സെക്കൻഡും കൂടി കഴിഞ്ഞാൽ പിള്ളേർ പോയേനെ. ട്രൂ മീഡിയ കേരളയിൽ ദാസനും വിജയനും വന്നെത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ബാരാപ്പോൾ മുടയരിഞ്ഞി പുഴയിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കേരളക്കരെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു. പുറം ലോകം അറിഞ്ഞിട്ടില്ല. എന്താണെന്ന് വിജയ? അത് നമുക്ക് നമ്മുടെ ഹീറോസ് അവിടെ നിൽക്കുകയാണ്. സണ്ണിച്ചേട്ടനുണ്ട്, ഫസലും ഉണ്ട്. നമുക്ക് അവരോട് തന്നെ നേരെ ചോദിച്ചറിയാം. അപ്പോൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എന്താണ് സംഭവം എന്ന്. അപ്പോൾ നമ്മുടെ സണ്ണിച്ചേട്ടനും ഫസലക്കിയാണ് നമ്മുടെ ഹീറോസ്, നമ്മുടെ ഈ നാടിൻ്റെ ഒരു ഹീറോസായി മാറിയിരിക്കുകയാണ്. വിജയ, അപ്പോൾ സണ്ണിച്ചേട്ടാ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ മുങ്ങിത്താഴുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു കൊച്ചു വെള്ളത്തിൻ്റെ മുകളിൽ ശകലം പുകയി വന്നിട്ട് ചേട്ടാ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചാടി വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങി അവരെ തള്ളിക്കൊണ്ടുപോയി കരയ്ക്കെത്തി. എത്ര മക്കളുണ്ടായിരുന്നു? 5 പേര്. എവിടെ നിന്ന് വന്നവരാ? വെള്ളിത്തോട് നിന്ന് വന്നവർ. എങ്ങനെ ഏട്ടൻ്റെ വീട് ആ കാണുന്നതാണോ ഏട്ടൻ്റെ വീട്? അപ്പോൾ ഇവരെ നിലവിളി കേട്ടു. ഏകദേശം എത്ര മണിയോടെ ആയിരുന്നു? ഒരു 2:45. എന്താ വിജയ ചോദിക്കാനുള്ള? കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലി ഉണ്ട് അവരുടെ. അവർ കുറച്ച് മേൽവശത്ത് വേറെ പിള്ളേരുള്ളതുകൊണ്ട് അവർ മേൽവശം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സണ്ണിച്ചേട്ടൻ ഇതിൻ്റെ ശ്രദ്ധയിലോട്ട് പെട്ടത്? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ മോട്ടർ ഓണാക്കി അവിടെ ടാങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടി പേരുടെ സൈഡിൽ വന്നപ്പോൾ ഈ പിള്ളേർ ഒച്ച കേട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ട്യൂബിൽ ഒരു 5 പിള്ളേരുണ്ട് ഇങ്ങനെ താന്ന് പോയിക്കൊണ്ട് തലമുടിയൊക്കെ മേളിലോട്ട് പൊങ്കി ആ കൊച്ചിൻ്റെ ഒക്കെ 3 ആൺപിള്ളേരും 2 പെൺകൊച്ചും. അപ്പോൾ ഫസലക്ക ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെ വന്നു? സണ്ണിച്ചേട്ടൻ വിളിച്ചിട്ടാണെന്ന് പറഞ്ഞത്. അതിന് ലോറി ഡ്രൈവറാണല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഇത് അറിഞ്ഞത്? ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അന്നേരം സണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഫസലെ പിള്ളേർ വെള്ളത്തിൽ പോയിട്ടുണ്ട് പാടാന്ന് പറഞ്ഞിട്ട് സണ്ണിച്ചേട്ടൻ്റെ പുറകെ ഞാനും നീന്തി വരുമായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോഴത്തേക്ക് ഈ 5 പിള്ളേർ ഇപ്പോൾ ട്യൂബിനകത്ത് ഇങ്ങനെ മുങ്ങി കാണുകൊണ്ടിരിക്കുക. പിള്ളേർ ഏകദേശം വെള്ളം കുടിച്ചു. ഏകദേശം അങ്ങനെ 2 മിനിറ്റും കൂടി കഴിഞ്ഞാൽ പിള്ളേർ പോയേനെ ആ അവസ്ഥയിലായിരുന്നു. പിള്ളേരുടെ രക്ഷിതാക്കളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവരും ഞങ്ങളോട് പറയാം, ചേട്ടാ ഒന്ന് ഓടി വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് പിള്ളേരെ കരയിലോട്ട്. അല്ല, ഞാൻ അതല്ല, നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 150 മീറ്റർ താഴ്ചയിലാണ് ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങാൻ വഴിയില്ല. നിങ്ങളത് എങ്ങനെ ഇറങ്ങി എന്നുള്ള ഒരു ഭയങ്കര സമയത്ത് നമുക്ക് വഴിയോ കാര്യങ്ങളൊന്നുമല്ല. ഈ പിള്ളേരെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. വളരെ നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ പിള്ളേരെ രക്ഷിക്കാം, അതായത് നമ്മുടെ ലക്ഷ്യം.
എന്തായാലും ഒരു 5 കുരുന്നുകളുടെ ജീവനാണ് വിജയ ഇവർ രക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ പുറംലോകമൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല. അതാണ് ഒരു വിഷമമായിട്ട്, നമ്മുടെ ഒരു വിഷമമായിട്ട് ഉള്ളിൽ ഇങ്ങനെ നീറി നിൽക്കുന്ന ഒരു അതായത് കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളതല്ല, പക്ഷെ ആ 5 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. അതാണ് ആ ഒരു മഹത് കർമ്മം എന്ന് പറഞ്ഞാൽ ആർക്കും നമുക്കൊന്നും ജീവിതത്തിൽ അങ്ങനെ ഒന്നും ലഭിക്കണമെന്ന് പോലും നിർബന്ധമില്ല, ലഭിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. സണ്ണി ചേട്ടാ? ഞാൻ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒരു കർഷകനാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മക്കളുടെ നിലവിളി കേട്ടപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളായി നമ്മുടെ ഫസലിക്കയും സണ്ണിച്ചേട്ടനും എത്തി 5 കുരുന്നുകളുടെ ജീവനാണ് ഈ പുഴയിൽ നിന്ന് ഇവർ രക്ഷിച്ചത്. അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകളും, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ ഇതേപോലെ പുഴകളിലൊക്കെ വരുന്ന ഫാമിലി മക്കളെയും അതുപോലെ തന്നെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടിയുള്ള ഒരു മുന്നറിയിപ്പ്. അല്ല, ഫസലിക്ക അവിടെ വെച്ചിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവരൊന്നും മൊബൈലും നോക്കിയിട്ട് പിള്ളേർ വെള്ളത്തിൽ എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇവരെ പറയുന്നല്ല, ഇപ്പൊ മൊത്തത്തിൽ പറയുന്നത്. ഈ മൊബൈൽ നോക്കി നമ്മൾ ഈ കരയിലേക്ക് പിള്ളേർ വെള്ളത്തിൽ പോകും. ഇപ്പൊ ഈ ചെറിയ പിള്ളേരല്ലേ, ഈ നമ്മളെ മുട്ടപ്പം വെള്ളം മതി ആ പിള്ളേർ മുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാവരും ഈ വെള്ളത്തിൽ വിടുന്ന പിള്ളേരെ വെള്ളത്തിൽ വിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫസലൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്യൂബ് ഉണ്ടായിരുന്നു. എന്തൊരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ട്യൂബ്, കാരണം നമ്മൾ ഈ പള്ളി പെരുന്നാളിനൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ ഒരു ചെറിയ ട്യൂബ്. ആ ട്യൂബ് 5 പേര് പിടിച്ചപ്പോൾ തന്നെ ട്യൂബ് കോടി പതിഞ്ഞു പോകാൻ തുടങ്ങി. അത് ആഴുന്നതനുസരിച്ച് ട്യൂബ് ഉള്ളതുകൊണ്ടാണ് ചെറിയ ഭാഗ്യം അവര് പൂർണ്ണമായിട്ടും എല്ലാവരും വിവിധ ഭാഗങ്ങളിലായിട്ട് പോകാതിരുന്നത്. ആ ട്യൂബ് ഉള്ളതുകൊണ്ടാണ്. പല പിള്ളേരും 1-2 രക്ഷിക്കാൻ പറ്റും, എല്ലാവരും 5 പേരും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു അല്ലേ? അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ വരുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ വരുന്ന തീർച്ചയായിട്ടും കുളിക്കാനും മറ്റുള്ള ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ നമ്മൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പോകുന്നുള്ള കാര്യം, കുട്ടികൾക്ക് അറിയില്ലല്ലോ. അത് വലിയ ആളായി കഴിഞ്ഞാലും കഴിവുള്ള ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നീന്താൻ അറിയാത്ത ആളാണെങ്കിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കരുതലാണ്. ഇത് ഈ ബാരാപ്പോൾ പുഴ ഇത് ഭയങ്കര അപകടം നിറഞ്ഞൊരു പുഴയാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ കടവിലാണ്, ചരള കടവിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് 14ഓളം ജീവൻ പൊലിഞ്ഞ ആ ഒരു കടവാണ്. നമുക്കിത് പറയുമ്പോൾ നമുക്കൊരു അല്പം ഗദ്ഗതത്തോടെ ഇത് പറയാൻ പറ്റുള്ളൂ, കാരണം ജീവനുകളാണ് പൊലിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുഴ എപ്പോഴും നമ്മളെ ആകർഷിക്കും, മാടി വിളിക്കും. പക്ഷേ അതിനുള്ള അപകടങ്ങൾ, കാണാക്കയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് രക്ഷിതാക്കളാണ് കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത്. ഇവരിപ്പോൾ 2 പേര് ദൈവകരങ്ങളായി ഇവർ 2 പേര് വന്നു, 5 കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. അത് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത അഭിനന്ദനീയമായ ഒരു കർമ്മമാണ് ഇവർ ചെയ്തത്. ഇവർ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നമ്മൾ ഒരിക്കൽ കൂടി നേരുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവരുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ട്രൂ മീഡിയ കേരളയിൽ ദാസനും വിജയനും ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കാണാൻ കുറച്ച് വിശിഷ്ട വ്യക്തികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി നമുക്കൊന്ന് കാണാം, അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ പ്രസിഡന്റ് ദാസന വിജയനോട് എത്തിയിരിക്കുകയാണ്. അയ്യൻകുന്ന് പഞ്ചായത്തിലെ മുടയരിഞ്ഞാണ്. അപ്പോൾ നമ്മളെ ഒരു വൻ ദുരന്തം തലനാരിഴയ്ക്കാണ് ഇവിടുന്ന് വഴിമാറിപ്പോയത്. അപ്പോൾ അവരുടെ ആ ഒരു പ്രയത്നം കൊണ്ട് 5 ജീവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് ദാസനോടും വിജയനോടും പറയാനുള്ളത്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ 2 പേര് ദൈവകരങ്ങളായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മളുടെ ഒരു 5 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അയ്യൻകുന്നിൻ്റെ അഭിമാനമായിട്ട് ഇവർ 2 പേരും മാറിയിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇതിൻ്റെ തൊട്ടുപുറകിലാണ് പുഴ. നമ്മൾ ഇത് കണ്ടു. അപ്പോൾ ആ പുഴയിൽ വീണ കുഞ്ഞുങ്ങളെ സണ്ണിച്ചേട്ടൻ്റെ കണ്ണുകൾ അവിടെ ആദ്യമേ എത്തിയത് കൊണ്ടാണ്, വീടിന് പുറത്തിറങ്ങി അത് കണ്ടതുകൊണ്ടാണ് നമുക്കത് രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയത്. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ അറിയാം, ചെങ്കുത്തായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പുഴയിലേക്ക് ഒരു 100 മീറ്ററോളം ചെങ്കുത്തായി കിടക്കുന്ന സ്ഥലമാണ്. അതിലൂടെ ഊർന്നിറങ്ങി അതോടൊപ്പം തൊട്ടടുത്തുള്ള ഫസലിനെ കൂടെ വിവരം അറിയിച്ച് വിളിച്ചതിന് ശേഷം ചെന്നു. ആ പുഴയിലുള്ള നീന്തൽ, പുഴയുടെ അങ്ങേക്കരയിലാണ് കുട്ടികളുള്ളത്, ഞാൻ മനസ്സിലാക്കിയത് ഇവർ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് അക്കരയ്ക്ക് നീന്തി വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ആ 5 കുഞ്ഞുങ്ങളെ ഈ 2 പേരും കൂടി ഒരേ സമയം രക്ഷിച്ച് കരയ്ക്കിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. അതെ, തീർച്ചയായിട്ടും അഭിമാനമാണ്. ഞങ്ങളൊരു 2 ആഴ്ച മുൻപേ ഇവിടെ വന്ന് നമ്മളൊരു റോഡിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നാണ് ഒരു കുടുംബത്തിൻ്റെ
അപ്പോൾ അത് പരിശോധിക്കാൻ വന്ന സമയത്താണ് ഇവിടെ വന്നപ്പോൾ സണ്ണിച്ചേട്ടൻ പറയുന്നു, ഞങ്ങൾ ഒരു 2 ആഴ്ച മുൻപ് ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ നടന്നിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഭരണസമിതി ഞങ്ങൾ തീരുമാനമെടുത്തു, ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അഭിനന്ദിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി പഞ്ചായത്തിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് അതിലെത്തിച്ചേർന്നത്. അപ്പം മന്ത്രിയെ കൊണ്ട് തന്നെ നമ്മളൊരു ആദരവ് ഇവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ 2 പേരെ അവിടെ വിളിച്ചു വരുത്തുകയും ഒരു ആദരവ്, ഒരു അഭിനന്ദനം, അനുമോദനം ഇവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ അയ്യങ്കുന്നിൽ സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെപ്പോലുള്ള ആളുകളെ നമുക്കതിനകത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് കൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു അഭിമാന നിമിഷമാണ്. അഭിമാന നിമിഷം. നമ്മൾ ഈ പരമ്പരയിലൂടെ ഇത് ഇവിടുത്തെ കേരളം മൊത്തം എല്ലാ മലയാളികളും അറിയട്ടെ, എല്ലാവർക്കും ഒരു പ്രചോദനമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പറയാം. വീടിന് പുറകിലുള്ള പുഴയുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ഭയങ്കര, പ്രസിഡന്റ് പറഞ്ഞോണ്ട് ഭയങ്കര ഭീകരതയാണ്. സണ്ണിച്ചേട്ടൻ കാണാൻ ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ കുട്ടികൾ നമുക്ക് അതിന് വാക്കുകളില്ല പറയാൻ. അതെ, ഇവര് പറഞ്ഞറിഞ്ഞിടത്ത് വെറും ഒരു ചെറിയൊരു ട്യൂബ്, അതായത് ഉത്സവ പറമ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ട്യൂബിലാണ് ഈ 5 കുട്ടികളും പിടിച്ചു നിന്നിരുന്നതെന്ന് മനസ്സിലായി. അതിന്റെ കാറ്റ്, ആ ട്യൂബിന്റെ കാറ്റ് ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നീന്തൽ അറിയില്ല. അമ്മമാർ അതിൻ്റെ കരയ്ക്ക് നിന്ന് ഇത് കാഴ്ച കാണുന്നവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ശരിക്കും ദൈവകരങ്ങളാണ് അവിടെ പ്രവർത്തിച്ചത്. ചുരുങ്ങിയ വാക്കിൽ അതായത് ഈ 2 പേരുടെ മഹത്തായ സേവനം മാതൃകാപരമാണ്, അഭിനന്ദനാർഹമാണ്, എല്ലാവരും മാതൃകയാക്കേണ്ടതുമാണ്. ഇതിനകത്ത് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഒരു സ്കൂൾ വെക്കേഷന് മഴക്കാലം വരുമ്പോഴത്തേനും കേരളത്തിൽ ധാരാളം കുഞ്ഞുങ്ങൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുകയും മരിച്ചു പോവുകയും ചെയ്യുന്ന സംഭവമുണ്ട്. ഈ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് കരിക്കുലത്തിലും സിലബസിൽ ഉൾപ്പെടുത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു നീന്തൽ അധ്യാപകനും കൂടിയായിരുന്നു. ഞാൻ നീന്തൽ ചാമ്പ്യനായിരുന്നു. ഞാൻ കേരളത്തിലെ അധ്യാപകരുടെ നീന്തലിൻ്റെ ചാമ്പ്യനായിട്ടുണ്ട്. പക്ഷേ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലുടനീളം ഇത് സംരക്ഷണം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നീന്തൽ എന്നുള്ളത് കരിക്കുലത്തിൻ്റെ നിർബന്ധമായിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കേണ്ട ഒന്നാണ് എന്നും കൂടി ഇതിനകത്തുണ്ട്. അതിനുള്ള നടപടികളും കൂടി ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം ഗ്രാമങ്ങളിൽ. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. നമ്മുടെ സണ്ണിച്ചേട്ടനും ഫസലും കൂടി 5 കുട്ടികളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളത്തിൽ വീണ്. നമുക്കറിയാം ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ 10ഓളം മരണങ്ങൾ നടന്ന കയവുണ്ട്. നമ്മുടെ ചരലുപുഴയിൽ 10ഓളം മരണങ്ങൾ നടന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇവർ ആ സമയത്ത് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ 5 പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചരലുപുഴയിലും ഇതുപോലുള്ള ഒരു അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമ്മളൊന്നുമില്ല, ഒരാൾ വിളിച്ചു കൂവി, അന്നേരത്തിനും ഒരു 10 മിനിറ്റായി പോയി. ഞങ്ങൾ ഇറങ്ങി അവിടെ അടുത്തുള്ളവരെല്ലാം വിളിച്ചറിയിച്ചായിരുന്നു. അറിയിച്ചിട്ട് ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളത്തിലിറങ്ങി, ചേട്ടാ ഇവിടെ തന്നെയാണ് മുങ്ങി താന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കൊന്നും വെള്ളം സൈലൻ്റായി ഒഴുകുക, അതിൻ്റെ അടിയിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും നമുക്കൊരു പേടിയുണ്ട്. ഈ വെള്ളത്തിൽ സൈലൻ്റായിട്ട് ഒഴുകുന്ന വെള്ളത്തിനടിയിലാണ് രണ്ട് പിള്ളേരുള്ളത്. പക്ഷേ ഞങ്ങൾ വേറൊരാളുണ്ട് വന്നു, ഞങ്ങൾ 2 കൊണ്ട് ഇറങ്ങി ഒരു കൊച്ചിനെ, ഈ വെള്ളത്തോടുള്ളത് തന്നെ ഒരു കൊച്ചിനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ രക്ഷപ്പെട്ടില്ല, അന്നേരത്തിന് മരിച്ചുപോയി. ചില ഒരു 10 മിനിറ്റ് കഴിഞ്ഞു പോയി ഞങ്ങളെടുത്ത് വന്നപ്പം. പിന്നെ 2ാമത്തെ കൊച്ചിനെ എടുത്തതിന് ഫയർഫോഴ്സൊക്കെ വന്നു. അത് കുറേ താമസിച്ചു. എന്നിരുന്നാൽ തന്നെ അവരെ ഏതായാലും വേണ്ടില്ല, 2 പേരെയും കൊണ്ടുപോയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും മരിച്ചായിരുന്നു. 5 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ച ഈ നമ്മുടെ സണ്ണിച്ചേട്ടനും ഫസൽക്കയ്ക്കും ട്രൂ മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയുള്ള ജീവിതത്തിലും നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അല്ലേ വിജയ? തീർച്ചയായിട്ടും അവരുടെ ജീവിതം വളരെ മനോഹരമാകട്ടെ, എല്ലാത്തിനും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ട്രൂ മീഡിയ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകരും അതുതന്നെ പറയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ബാരാപ്പോൾ മുടയരിഞ്ഞി പുഴയിൽ നിന്നും ഇനിയൊരു ജീവനും നമ്മുടെ ഈ ഒരു പുഴയിൽ പൊലിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാസനും വിജയനും ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports,
technology, and life skills. We focus on all-round development. A safe campus, value-based education, and personal attention for every student make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.